ഇതിനൊക്കെ തന്തയില്ലായ്മയെന്നോ ചെറ്റത്തരമെന്നോ തെമ്മാടിത്തരമെന്നോ എന്ത് പറഞ്ഞാലും ചെറുതായി പോകത്തില്ല. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായിട്ടുള്ള ഖാലിദ് ജമീലിനെയും 3 ഹോം ഗ്രൗണ്ട് പ്ലേയേഴ്സിനെയും സഹൽ അബ്ദുൽ സമദിനെയും ആഷിഖ് കരുണിനെയും പിന്നീട് ബിജോയ് വർഗീസിനെയും നമ്മുടെ കൊച്ചി സ്റ്റേഡിയത്തിൽ നിന്നും പ്രസ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ സമ്മതിക്കാതെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല. പക്ഷേ അങ്ങനെ ഒരു സംഗതി ഉണ്ടായി. ഇന്നലെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായ ഖാലിദിനെയും സഹലിനെയും പിന്നെ ബിജോയെയും ആഷിഖ് കുരുണിനെയും ഒക്കെ നമ്മുടെ ഗ്രേറ്റർ കൊച്ചി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ആളുകൾ ഇറക്കി വിട്ടു. GCDയുടെ അണികൾ ഇറക്കി വിട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. AFCയുടെ ചട്ടം അനുസരിച്ച് മിനിമം 4 ദിവസം മുന്നെങ്കിലും സ്റ്റേഡിയം ഫുള്ളി കൺട്രോളിലായിരിക്കണം. ഈ കേരള ഫുട്ബോൾ അസോസിയേഷനിലെ അവന്മാർക്ക് ഇതിനുള്ള കഴിവില്ലെങ്കിൽ എന്തിനാ ഇങ്ങനെ കരഞ്ഞ് വിളിച്ച് ഇവിടെ മത്സരങ്ങൾ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യയുടെ അന്താരാഷ്ട്ര മത്സരങ്ങൾ കേരളത്തിൽ വെച്ച് നടത്തുന്നില്ല, മറ്റുള്ളിടത്ത് വെച്ച് നടത്തുന്നു. കേരളത്തിൽ വെച്ച് നടത്തിയായിരുന്നു ഞങ്ങൾ അകമഴിഞ്ഞ സപ്പോർട്ട് കൊടുത്തേനെ എന്നൊക്കെ യുവമാരെ പറഞ്ഞ് വിളിച്ച് എന്തിനു വരുത്തുന്നു? പറ്റത്തില്ലെങ്കിൽ ആദ്യമേ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് നടത്തേനെ. ഇന്ത്യയിലെ മറ്റെല്ലാ സ്റ്റേഡിയങ്ങളിലും നാഷണൽ ഫുട്ബോൾ ടീമിന്റെ മത്സരങ്ങൾക്ക് വാടകയോ മറ്റ് ചാർജുകളോ ഒന്നും ഈടാക്കില്ല. അതേസമയം കേരളത്തിൽ ഒരു ദിവസം മത്സരം നടത്തുന്നതിന് 3 ലക്ഷം രൂപ വാടക. 4 ദിവസത്തേക്കുള്ള വാടകയാണെങ്കിൽ 4, 3, 12. എന്തൊരു അവസ്ഥയാണ്. അത് പോട്ടെ. 3 ലക്ഷം രൂപ വാടകയും പിന്നീട് ഒരു ദിവസത്തേക്ക് 3 ലക്ഷം വാടകയും പിന്നീട് 25 ലക്ഷം രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ടും കൊടുക്കണമെന്ന് പറയുന്നത്. ഇത് കൊടുക്കാത്തതിന്റെ പേരിലാണ് നമ്മുടെ പ്രസ് കോൺഫറൻസിനെത്തിയ പരിശീലകനെയും താരങ്ങളെ ഇറക്കി വിട്ടത്. എത്ര മനോഹരമായിട്ടുള്ള ആചാരം. നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനെയും പ്രസ് കോൺഫറൻസിന് സമ്മതിക്കാതെ GCDയുടെ ആളുകൾ ഇറക്കി വിട്ടിരുന്നു. ഇതിന്റെ കുറ്റം പൂർണ്ണമായിട്ടും GCDയിലൊന്നും ഞാൻ വെച്ച് കെട്ടുന്നില്ല. കേരള ഫുട്ബോൾ അസോസിയേഷനെയും ഇവിടുത്തെ ഭരണ സംവിധാനത്തിനെയും എല്ലാവരെയും ഇതിന് കുറ്റപ്പെടുത്തണം. സോ നാഷണൽ ടീമിന്റെ പരിശീലകനെ ഇറക്കി വിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടി വലിയ തന്തയില്ലായ്മ കായിക ചരിത്രത്തിൽ വേറെ ഉണ്ടോടോ? എനിക്കൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്ത് വെച്ചു. ന്യായീകരണത്തിന് അടിമകൾ വരും. ഇന്റർനാഷണൽ സ്റ്റേഡിയം അല്ലേ അങ്ങനെ